ഖരമാലിന്യ പരിപാലന നിയമവും പ്ലാസ്റ്റിക് നിരോധനവും നിലവിൽ വന്നുവെങ്കിലും 30 മൈക്രോണിൽ കുറവുള്ള പ്ലാസ്റ്റിക് കവറുകൾ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യം കൊച്ചിയിൽ സുലഭമാണ്. നഗരവാസികൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. നിരോധനം ഏട്ടിലെ പശുവായപ്പോൾ നഗരപരിധിയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സുലഭമായി. 30 മൈക്രോണിൽ താഴെയുള്ള പോളിത്തീൻ കവറുകളിലാണ് കൊച്ചിയിലെ മിക്ക കടകളും സാധനങ്ങൾ നൽകുന്നത്. റീസൈക്കിൾ ചെയ്യാൻ കഴിയാത്ത ഇത്തരം പ്ലാസ്റ്റിക് കിറ്റുകൾ വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. നഗരത്തിലെ മിക്ക കാനകളും പ്ലാസ്റ്റിക് കവറുകൾ തിങ്ങി അടഞ്ഞ നിലയിലാണ്. സാധനം വാങ്ങാൻ കവറില്ലാതെ ഉപഭോക്താക്കൾ വരുന്നത് മൂലമാണ് തങ്ങൾ ഇത്തരം കവറുകൾ ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. കോർപ്പറേഷൻ സാറന്മാരെന്ന് പറഞ്ഞ് നിങ്ങൾ വെക്കരുത്, ചെയ്യരുത്. ഞങ്ങൾക്ക് ഒരു 2 മാസത്തോളം അങ്ങനെ തുടർച്ചയായിട്ട് പിന്നെ അവർക്കും മനസ്സിലായി ഈ വിൽപ്പനക്കാരുണ്ടല്ലോ, ഇത് ഈ ഞങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ ഉപഭോക്താക്കൾക്ക് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കിറ്റ് മേടിച്ചിട്ട് ഇത് ആയിരക്കണക്കിന് ഇവിടെ ബണ്ടലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ നിർത്തണില്ല, അവർ നിർത്തിയല്ലേ ഞങ്ങൾക്ക് നിർത്താൻ പറ്റുള്ളൂ. അവിടെയാണ് നോക്കേണ്ടത്. നിയമലംഘനത്തിന് പിഴ ഈടാക്കിക്കൊണ്ടുള്ള നിരോധനം പ്രാബല്യത്തിൽ വന്ന സമയത്ത് നഗരസഭയിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. പരിശോധന നിലച്ചപ്പോൾ നിരോധിത കവറുകൾ വീണ്ടും എത്തി. ഇവയുടെ വിലക്കുറവും ഇത്തരം കവറുകളെ വ്യാപാരികൾക്ക് പ്രിയങ്കരമാക്കുന്നു. എന്നാൽ ഇതേ വിഭാഗത്തിൽപ്പെടുന്ന പ്ലാസ്റ്റിക് കപ്പുകൾ ഇപ്പോൾ പേപ്പർ കപ്പുകൾക്കും 50 മൈക്രോൺ കനമുള്ള പ്ലാസ്റ്റിക് കപ്പുകൾക്കും വഴിമാറിയെന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. സാധനങ്ങൾ വാങ്ങി ഉപയോഗശൂന്യമാകുന്ന പ്ലാസ്റ്റിക് കവറുകൾ നഗരത്തിലെ കാനയിൽ തള്ളും. പിന്നെ മഴക്കാലമാകുമ്പോൾ അവയടിഞ്ഞ് നഗരം വെള്ളക്കുളമാകും. കൊച്ചിയിലെ കടകളിൽ ഇന്നും 30 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ സുലഭമാണ്. ഇവ നിരോധിക്കാൻ നഗരസഭയോ കച്ചവടക്കാരോ മാത്രം വിചാരിച്ചാൽ പോരാ, ഓരോ ഉപഭോക്താക്കളും വിചാരിക്കണം. തങ്കം